സിനിമ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഇത്രയും വർഷങ്ങളായതുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് ഓർമ്മകൾ മനസ്സിലേക്ക് കടന്നു വരും. അപ്പോൾ ഞാനധികം അങ്ങനെ മനഃപൂർവ്വം ഓർക്കാൻ ശ്രമിക്കാതിരിക്കാറില്ല. അപ്പോൾ എന്തെങ്കിലും മനസ്സിലേക്ക് അറിയാതെ ഏതെങ്കിലും സംഭവത്തിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് ഓടി വരുന്ന ഓർമ്മകൾ അല്ലാതെ എന്തൊക്കെയായിരിക്കും എന്നെ വേദനിപ്പിച്ചത് എന്തൊക്കെയാണ്, എന്നെ സന്തോഷിപ്പിച്ചത് എന്തൊക്കെയാണ് എന്ന് ഞാൻ അങ്ങനെ അതിനു വേണ്ടി മാത്രം ഓർമ്മിക്കാറില്ല. ഇപ്പം ACVക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് ഓർക്കാൻ ശ്രമിച്ചപ്പോൾ ഓർമ്മയുടെ ഒരു വലിയ പുസ്തകം എൻ്റെ മുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്. അതായത് മദ്രാസിൽ ആദ്യമായിട്ട് വന്ന കാലം മുതൽ ഡോക്ടർ ബാലകൃഷ്ണൻ ആണ് എൻ്റെ ഗുരു. ബാലകൃഷ്ണനാണ് എന്നെ ആദ്യമായിട്ട് മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നത്, എന്നെ കൊണ്ട് പാട്ട് എഴുതിപ്പിച്ചത്. എനിക്കൊരു കോൺഫിഡൻസ് തന്ന വ്യക്തി ഡോക്ടർ ബാലകൃഷ്ണനാണ്. അദ്ദേഹം ഇന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് രസകരമായ ഓർമ്മകളുണ്ട്. കോളേജുകൾ എന്നുള്ള സിനിമയിലാണ് ഞാൻ ഹരിഹരൻ സംവിധാനം ചെയ്ത കോളേജുകൾ എന്നുള്ള സിനിമയിലാണ് സംവിധാനം പഠിക്കാൻ വരുന്നത്. ആ സമയത്ത് അന്ന് ഒരു ബുദ്ധിമുട്ട് ആയിട്ട് തോന്നിയിട്ടില്ലാത്ത ഓർമ്മ ഇപ്പോൾ ചിന്തിക്കുമ്പോൾ എനിക്കൊരു വിഷമം തോന്നുന്ന ഒരു ഓർമ്മയുണ്ട്. അതായത് അന്ന് 6 പേര് പഠിക്കാൻ നിൽക്കുന്നുണ്ട്. ഹരിന് ചന്ദ്രകുമാറൊക്കെ മെയിൻ അസിസ്റ്റൻ്റാണ്. അതുകൂടാതെ ഡോക്ടർ ബാലകൃഷ്ണൻ സംവിധാനം പഠിക്കാമെന്ന് പറഞ്ഞിട്ട് 6 പേരെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ 6ാമത്തെ ആളാണ് ഞാൻ. എൻ്റെ കൂടെ വേണുഗോപാൽ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഞാനൊന്ന് പറയട്ടെ എന്ന പടമൊക്കെ പിന്നീട് ഡയറക്റ്റ് ചെയ്തൊരു വേണുഗോപാലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് താമസിക്കുന്നത് മദ്രാസിലെ എഗ്മോറിൽ ഒരു ബേക്കറിയുടെ മുകളിലുള്ള ഒരു കുഞ്ഞ് കുടിസായ മുറിയിലാണ് ഞങ്ങൾ രണ്ടുപേരും താമസം. കാര്യം വരുമാനം വളരെ കുറവാണ്, അതിനനുസരിച്ച് ജീവിക്കണം. വീട്ടിൽ നിന്ന് പണം വരുത്തില്ല. കാരണം വീട്ടിൽ നിന്ന് പണം വരുത്തുമ്പോൾ അവർക്ക് തോന്നുമല്ലോ ഇവിടെ ഒരു അരക്ഷിതാവസ്ഥയുണ്ടെന്ന് പറഞ്ഞാൽ തിരിച്ചു വരാൻ പറയും. അതുകൊണ്ട് അവിടെ അങ്ങനെ താമസിക്കുന്ന സമയത്ത് ഈ പ്രൊഡക്ഷൻ സെറ്റപ്പിലുള്ള ആളുകൾക്കൊന്നും ഞങ്ങളെ വലിയ വിലയില്ല. കാരണം ഇത് വെറുതെ പഠിക്കാൻ വന്ന് നടക്കുന്ന കുട്ടികൾ, ഇവരെ കൊണ്ട് ഒരു കാര്യമില്ല. അപ്പോൾ സംവിധായകനും അന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഹരിഹരനൊന്നും അന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. കാര്യം ഇതിൽ ആരാണ് രക്ഷപ്പെടാൻ പോകുന്നതെന്ന് അറിയില്ല. ആരും രക്ഷപ്പെടാത്ത അവസ്ഥകളുണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് ഈ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ അന്ന് സ്റ്റുഡിയോസിലാണ് ഷൂട്ടിങ്. മദ്രാസിൽ AVM സ്റ്റുഡിയോ അല്ലെങ്കിൽ അരുണാചലൻ സ്റ്റുഡിയോ, അങ്ങനെ സ്റ്റുഡിയോകളിൽ സെറ്റിട്ടാണ്. പ്രൈം മിനിസ്റ്ററൊക്കെയാണ് നായകനൊക്കെ. അപ്പോൾ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ രാവിലെ പോകുന്ന വണ്ടികളിൽ ഞങ്ങൾ കൊണ്ടുപോകും. നേരത്തെ യൂണിറ്റ് വരുന്ന സമയത്ത് തന്നെ ഈ പഠിക്കാൻ വരുന്ന ഞങ്ങളൊക്കെ അവിടെ കൊണ്ടുവിടും. പിന്നെ ഒരു 1-2 മണിക്കൂറുകൾക്ക് ശേഷമാണ് പ്രധാനപ്പെട്ടവരൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടൊരു വണ്ടിയൊന്നും വരാറില്ല. അപ്പോൾ അവിടെ കൊണ്ടുവരും. ഷൂട്ടിംഗ് എപ്പോൾ തീരുന്നോ അപ്പോൾ അന്ന് ചെയ്യാറുള്ളത് ഓരോ രൂപ എനിക്കും എൻ്റെ കൂടെയുള്ള ഈ വേണുവിന് തരും. എന്നിട്ട് വടപള്ളി ബസ് സ്റ്റാൻഡിൽ കൊണ്ട് ഇറക്കി വിടും. അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡ് വരെ നടന്നിട്ട് അവിടുന്ന് 17 എന്ന് പറഞ്ഞ ബസ്സുണ്ട്, അതിലാണ് എഗ്മോറിലേക്ക് വരിക. അപ്പോൾ ഞങ്ങൾക്കതൊരു വലിയ പ്രയാസമായിട്ട് തോന്നിയിട്ടില്ല. കാര്യം ഷൂട്ടിംഗ് കഴിഞ്ഞാൽ നേരെ ഓടി ബസ് സ്റ്റാൻഡിലെത്തുന്നു, ബസ്സിൽ കയറുന്നു, പോരുന്നു. രാവിലത്തെ ഫസ്റ്റ് വണ്ടിക്ക് നമ്മൾ കൊണ്ടുപോകും. അതിൻ്റെ കൂടെ സിനിമ എന്ന മോഹം ശക്തമായിട്ടുള്ളതുകൊണ്ട് സിനിമ പഠിക്കലാണ്. അപ്പോൾ ഒരു ദിവസം ഷൂട്ടിംഗ് ലേറ്റായി. രാത്രി ഒരു 12 മണിക്ക് കഴിഞ്ഞു. 12-12:30 മണിക്ക് കഴിഞ്ഞ സമയത്ത് ബസ് ഉണ്ടാവില്ല. ബസ് സ്റ്റാൻഡിൽ കൊണ്ട് നിർത്തിയപ്പോൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിരിക്കുകയാണ്, ബസ്സില്ല. അപ്പോൾ അന്നത്തെ ഞങ്ങളുടെ ഒരു പ്രൊഡക്ഷൻ മാനേജർ പറഞ്ഞു, ഇലക്ട്രിക് ട്രെയിൻ ഉണ്ട്, ഇപ്പോൾ ധാരാളം ഇലക്ട്രിക് ട്രെയിൻ എഗ്മോറിലേക്ക് ഉണ്ട്, കോടമ്പാക്കത്ത് ഇറക്കി വിടാം എന്ന് പറഞ്ഞിട്ട് കോടമ്പാക്കം ഇലക്ട്രിക് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ അവിടെ ലൈറ്റ്സൊക്കെ ഓഫായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല ട്രെയിൻ 24 മണിക്കൂറുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇറക്കി വിട്ടിട്ട് വണ്ടി തിരിച്ചു പോയി. ഞങ്ങൾ രണ്ടുപേരും ഈ ഓരോ രൂപയും കയ്യിൽ വെച്ചിട്ട് ടിക്കറ്റ് എടുക്കാൻ നോക്കുമ്പോൾ 12 മണിക്ക് ക്ലോസ് ചെയ്യും. പിന്നെ രാവിലെ 6 മണിക്ക് അത് ഓപ്പൺ ചെയ്യുള്ളൂ, 5 മണിക്ക് 6 മണിക്കാണ്. അപ്പോൾ ട്രെയിനൊന്നുമില്ല, ബസ്സില്ല, ഒരു ടാക്സി വിളിച്ച് വരാനുള്ള കാശില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ആലോചിച്ചു, നമുക്ക് ഇത്രയേ വിലയുള്ളൂ. കാര്യം അതിൽ നമ്മൾ സഹകരിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം സിനിമയാണ് നമ്മുടെ ലക്ഷ്യം. അത് രസകരമായിട്ട് നമുക്ക് തോന്നുകയും ഞങ്ങൾ രണ്ടുപേരും കൂടി നടന്ന് എത്രയോ കിലോമീറ്ററുകൾ നടന്ന് ഏതാണ്ട് നേരം വെളുക്കാറാവുന്ന സമയത്താണ് ഞങ്ങൾ മുറികളിലെത്തുന്നത്. അപ്പോൾ ആ ഒരു നടത്തം ഞാൻ എപ്പോഴും ഓർക്കാറുള്ളതാണ്. ഇപ്പോൾ വളരെ ഫാസ്റ്റായിട്ടുള്ള വളരെ തിരക്കുള്ള ആ നഗരത്തിൽ കൂടെ ഇങ്ങനെ ജോലികൾക്കായിട്ട് പോകുമ്പോൾ ഇപ്പോഴും കോടമ്പാക്കം ബ്രിഡ്ജും വള്ളുവർ കോട്ടവും മറ്റേ നൊങ്കമ്പാക്കവും ചട്ട്പെട്ടും ഒക്കെ വഴി കടന്നു പോകുമ്പോൾ അങ്ങനെ ഞങ്ങൾ നടന്നു വന്നിട്ടുള്ള ആ ഒരു രാത്രിയിലെ ഒരു സുരക്ഷിതത്വം ഇല്ലാതെ ഒരു അനാഥരെ പോലെ നടന്നു വന്നിട്ടുള്ള ഓർമ്മ ചിലപ്പോൾ മനസ്സിലേക്ക് വരാറുണ്ട്. പക്ഷേ അതൊന്നും അന്ന് നമ്മുടെ ഒരു ലക്ഷ്യത്തിലേക്കുള്ള ഒരു കുതിപ്പായതുകൊണ്ട് ഒരു വിഷമമായിട്ട് തോന്നിയിട്ടില്ല. അങ്ങനെ ഇറക്കി വിട്ടവരോട് നീരസമായിട്ട് തോന്നിയിട്ടില്ല. അന്ന് ഈ വേണുഗോപാലൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് ഡോക്ടർ ബാലകൃഷ്ണനോട് പറയാം. ഡോക്ടർ അറിഞ്ഞാൽ അവരെ ചിലപ്പോൾ ചീത്ത പറയും. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വണ്ടിയിൽ കൊണ്ടാക്കാനൊക്കെ പറഞ്ഞു തരും. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന് ബുദ്ധിമുട്ടിക്കണം. കാര്യം നമ്മൾ സിനിമാ രംഗത്തേക്ക് എത്തിച്ചു അല്ലെങ്കിൽ സിനിമയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതിന് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ പുണ്യമാണ്, നമ്മളോട് ചെയ്ത ഏറ്റവും വലിയ ഔദാര്യമാണ്.
അപ്പോൾ അദ്ദേഹത്തിനോടൊരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ട് നമ്മൾ പ്രശ്നം ഉണ്ടാക്കണ്ട. അപ്പോൾ പക്ഷേ പിന്നെ 12 മണിക്ക് മുമ്പ് ആണെങ്കിൽ മാത്രമേ ഞങ്ങൾ ട്രെയിനിൽ വരാറുള്ളൂ, അല്ലെങ്കിൽ കൂടെ കൊണ്ടുവരും. ഇതൊക്കെ ആദ്യ സിനിമകളുടെ ചെറിയ ഓർമ്മകളാണ്. പിന്നെ നമുക്ക് സ്നേഹവും സന്തോഷവും തന്ന ആളുകളുടെ ചില വേർപിരിയലുകൾ, അതും നമ്മൾ വേദനിപ്പിക്കാറുള്ളതാണ്. അപ്പോൾ അടുത്ത കാലത്ത് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്കെന്ന് പറഞ്ഞ സിനിമ ഞാൻ ചെയ്യുമ്പോൾ അതിലാണ് മലയാളത്തിൽ ആദ്യമായിട്ട് സൗന്ദര്യം അഭിനയിച്ചത്. അപ്പോൾ സൗന്ദര്യം എനിക്ക് തീരെ പരിചയമില്ലായിരുന്നു, കാരണം തെലുങ്കിലൊക്കെ വളരെ ബിസി ആയിട്ടുള്ള താരമാണ്. അപ്പോൾ പക്ഷേ സൗന്ദര്യം വരികയും കഥ പറയുകയും കേൾക്കുകയും ചെയ്തതോടുകൂടി സൗന്ദര്യക്ക് വളരെ പെട്ടെന്ന് മലയാളത്തിനോടും ഞങ്ങളുടെ ടീമിനോട് മൊത്തം ഇഷ്ടം തോന്നിയിരുന്നു. അപ്പോൾ അത്തവണ ആ സമയത്ത് ഒരു ഓണക്കാലത്താണ് അതിൻ്റെ ഷൂട്ടിംഗ്, കോയമ്പത്തൂർ വെച്ചിട്ടായിരുന്നു. ആ ഓണം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഉണ്ണുകയും ഞങ്ങൾ കേരളത്തിൻ്റെ ഭക്ഷണം ഭയങ്കരമായിട്ട് പ്രിയങ്കരമായി തുടങ്ങുകയും ആ പടം കഴിഞ്ഞതോട് കൂടിയിട്ട് സൗന്ദര്യക്ക് ഞങ്ങളുടെ യൂണിറ്റിനോട് പ്രത്യേകിച്ചും വളരെ കൂടുതൽ ഇഷ്ടം തോന്നിയിരുന്നു. ഈ പടം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് തെലുങ്കിലൊരു പടം ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ തെലുങ്ക് ഭാഷ എനിക്കറിയില്ല, തെലുങ്കിലെ കൾച്ചർ എനിക്കറിയില്ല. അതൊന്നും പ്രശ്നമില്ല, നിങ്ങളെപ്പോലത്തെ ഡയറക്ടേഴ്സ് തെലുങ്കിൽ വരണം എന്ന് വെച്ചിട്ട് ഭയങ്കരമായിട്ട് കമ്പൽ ചെയ്തു. ആ കഥ തന്നെ തെലുങ്കിൽ ചെയ്താൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇഷ്ടമുള്ള കഥ ചെയ്താൽ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് നിർബന്ധിക്കാറുണ്ട്. ഇടയ്ക്ക് ഈ കാര്യം പറഞ്ഞിട്ട് ഹൈദരാബാദിൽ നിന്ന് വിളിക്കാറുണ്ട്. ഇപ്പോൾ മനസ്സിനക്കരെ ഷൂട്ടിങ് തുടങ്ങിയ ദിവസം എന്നെ വിളിച്ചു, എന്നെ വിളിച്ചപ്പോൾ ഞാനിവിടെയാണെന്ന്, ഞാൻ അതിൻ്റെ ലൊക്കേഷനാണെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു, ഞാനില്ലാതെ പടം തുടങ്ങുകയാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര തമാശയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും സൗന്ദര്യ എൻ്റെ സിനിമകളുണ്ടാവും, ഞാൻ ശരിക്കും അങ്ങനെയുള്ള കഥകൾ ആലോചിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് ചിലപ്പോൾ മെസ്സേജ് ചെയ്യും. ഇപ്പോൾ വിനായക ചതുർത്ഥിക്ക്, അതാണ് എനിക്ക് എൻ്റെ കയ്യിലുള്ള സൗന്ദര്യയുടെ ലാസ്റ്റ് മെസ്സേജ്, വിനായക ചതുർത്ഥിക്ക് വിഷ് ചെയ്തുകൊണ്ടുള്ള മെസ്സേജ് വന്നു. അപ്പോൾ ഞാൻ തിരിച്ച മെസ്സേജ് അയച്ചത് വിനായകന് നന്ദി പറഞ്ഞുകൊണ്ടാണ്. കാരണം ഇന്ന് വിനായക ചതുർത്ഥി ആയതുകൊണ്ടാണല്ലോ സൗന്ദര്യം എനിക്ക് മെസ്സേജ് അയച്ചത്, അതുകൊണ്ട് നന്ദി വിനായകനാണ് എന്ന് ഞാൻ തിരിച്ച് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് ടി വിയിലാണ് കാണുന്നത് സൗന്ദര്യ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചുപോയി എന്നുള്ളത്. അപ്പോൾ വളരെ ഇഷ്ടം തോന്നുന്ന ചില ആളുകൾ പെട്ടെന്ന് മാഞ്ഞു പോകുന്നത് അതൊരു വേദനിപ്പിക്കുന്ന ഓർമ്മയാണ്. പിന്നെ പാട്ടെഴുത്തിൻ്റെ ഓർമ്മകളുണ്ട്. ഇപ്പോൾ ഇത് സംവിധാനം പഠിക്കാൻ വന്ന സമയത്തുള്ള ഓർമ്മകളാണ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഞാൻ അതിനു മുമ്പ് ഗാനരചയിതാവായിരുന്നു. ഗാനരചയിതാവ്, അതും ഡോക്ടർ ബാലകൃഷ്ണനാണ് എന്നെ കൊണ്ട് ആദ്യമായിട്ട് പാട്ടുകൾ എഴുതിപ്പിച്ചതും. ഞാൻ കവിതയും കഥയൊക്കെ എഴുതാനുള്ള താല്പര്യമുണ്ടായിരുന്നുകൊണ്ട് എൻ്റെ ഒരു കവിത വായിച്ചിട്ട് ഡോക്ടർ ബാലകൃഷ്ണനാണ് പാട്ട് എഴുതണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ പാട്ട് ലവ് ലെറ്റർ എന്നുള്ള സിനിമയിലാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ പോപ്പുലറായ ഗാനം എന്ന് പറയുന്നത് ഒരു നിമിഷം തരൂ നിന്നിൽ അലിയാൻ, ഒരു യുഗം തരൂ നിന്നെ അറിയാൻ എന്നുള്ള സോങ്ങാണ്. അപ്പോൾ ആ പാട്ടിൻ്റെ റെക്കോർഡിങ്ങൊക്കെ എനിക്ക് ഭയങ്കരമായ ഒരു അനുഭൂതികളാണ്. അന്ന് എനിക്ക് 21 വയസ്സാണ്. അപ്പോൾ മദ്രാസിലെ ഭരണി സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് അത് റെക്കോർഡ് ചെയ്യുന്നത്. ATM മ്യൂസിക്. അപ്പോൾ യേശുദാസ് എന്ന് പറയുന്നത് അന്നത്തെയും ഇന്നത്തെയും ഹീറോ ആണ്, നമ്മുടെ മനസ്സിലെ ആരാധ്യ പുരുഷനാണ് യേശുദാസ്. അപ്പോൾ യേശുദാസ്, ഞാൻ എഴുതിയ വരികൾ യേശുദാസ് പാടുന്നു എന്നുള്ളത് ഒരു കൗമാരക്കാരൻ അല്ലെങ്കിൽ ഒരു യുവത്വത്തിലേക്ക് കടന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു അനുഭൂതിയാണ്. അപ്പോൾ ഞാൻ യേശുദാസ് പാടുന്നത്, യേശുദാസ് പാട്ട് പഠിക്കുന്നത്, യേശുദാസ് അന്നൊക്കെ നമുക്ക് റെക്കോർഡിങ്ങിന് മുമ്പ് റിഹേഴ്സലിന് വരും, മ്യൂസിക് റിഹേഴ്സലിന് വരും. അപ്പോൾ അവിടെ വെച്ചിട്ട് ഡോക്ടർ ബാലകൃഷ്ണൻ്റെ നഴ്സ് ഹോമിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് അദ്ദേഹം പാട്ട് പഠിക്കുന്നത്. അപ്പോൾ അതിന് സാക്ഷിയാവാനുള്ള ഭാഗ്യം, അത് കഴിഞ്ഞ് അദ്ദേഹം പാടുന്നത് കേൾക്കാനുള്ള, നേരിട്ട് ആദ്യം കേൾക്കാനുള്ള ഭാഗ്യം. അപ്പോൾ അതിലേറ്റവും എനിക്ക് സന്തോഷം തോന്നിയത് ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അന്ന് തന്നെ ഭയങ്കരമായി ഇഷ്ടമായി. ഡോക്ടർ ബാലകൃഷ്ണന് ഭയങ്കര സന്തോഷമായി. ഡോക്ടറാണ് ആ പാട്ടിന് ഇൻസ്പിറേഷനൊക്കെ. എനിക്ക് എന്നെ അതിൽ പല തിരുത്തലുകളും നേർവഴിക്ക് നയിക്കലൊക്കെ ചെയ്ത് തന്നെ സഹായിച്ച ഡോക്ടറാണ്. അപ്പോൾ ഡോക്ടർ ബാലകൃഷ്ണനാണ് അതിൻ്റെ പ്രധാനമായ ഒരു കാരണം, അങ്ങനെ ഒരു ഗാനം ആ സിറ്റുവേഷൻ എനിക്ക് കിട്ടാനും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ റെക്കോർഡിങ് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാറിൽ എന്നെയും കൂടി കൊണ്ടുപോയി. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് രാത്രി ഭക്ഷണം കഴിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അവിടെ വന്നിട്ട് അന്ന് റെക്കോർഡ് ചെയ്ത പാട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ ഇട്ട് കേൾപ്പിച്ചു. ഇവൻ എഴുതിയതാണ്. ഒരു നിമിഷം തരൂ നിന്നിലല്ലേ ഞാൻ, ഒരു യുഗം തരൂ നിന്നെ അറിയാൻ എന്നുള്ള പാട്ടാണ്. അപ്പോൾ ആ പാട്ട് കേട്ടിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു സീക്കോ വാച്ച്, നല്ലൊരു ഫോറിൻ വാച്ച് ഉണ്ടായിരുന്നു. ഞാൻ കാണുമ്പോൾ തൊട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വാച്ചാണ്. ആ വാച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നൂരി, പണ്ടത്തെ രാജാക്കന്മാർ വളയൂരി കൊടുക്കുന്നത് പോലെ ഒരു സമ്മാനം പോലെ ആ വാച്ച് ഊരി എനിക്ക് തന്നു. അന്ന് എൻ്റെ കയ്യിൽ അത് വളരെ വലിപ്പമുള്ള വാച്ചായിരുന്നു. അതിൽ വൈൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ അത്തരം വാച്ചുകളില്ല. ഇന്നും ആ വാച്ച് ഞാനൊരു നിധി പോലെ സൂക്ഷിച്ചിട്ടുണ്ട്. കാര്യം ഡോക്ടർ തന്ന ആദ്യത്തെ സമ്മാനമാണ്. പാട്ട് എഴുതി കഴിഞ്ഞതിന് ശേഷമുള്ള അതിൻ്റെ സന്തോഷത്തിൻ്റെ പ്രകടനമാണ്. അതുപോലെ ചില പാട്ടുകളുടെ രചന പിൽക്കാലത്ത് വേദനിപ്പിക്കുന്ന ഓർമ്മയായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പം മധുസാറിൻ്റെ പടത്തിൽ ഞാൻ ഏകനാണ്, ചന്ദ്രകുമാർ സംവിധാനം ചെയ്ത് ഞാൻ ഏകനാണ് എന്ന സിനിമയിൽ MG രാധാകൃഷ്ണൻ ട്യൂൺ ചെയ്ത് ഓ മൃദുലേ ഹൃദയം ഉരുളിയിൽ ഒഴുകുക എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ആ പാട്ടും വളരെ പോപ്പുലറായതാണ്. ഒരു നിമിഷം തരൂ പോലെ തന്നെ പോപ്പുലറായ ഒരു സോങ്ങാണ്. അതൊരു വിരഹത്തിൻ്റെ, ഒരു പ്രണയത്തിൻ്റെയും വിരഹത്തിൻ്റെയൊക്കെ
വേദന ആ വരികൾക്കുള്ളിലുണ്ട്. അകലെയാണെങ്കിലും തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ട്, അതായത് പിരിയുവാനാകുമോ നമ്മൾ തമ്മിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വേർപാടിൻ്റെ വേദന മുറ്റി നിൽക്കുന്നതാണ് അതിലെ. ആ പാട്ട് തന്നെ രണ്ട് വിധത്തിലുണ്ട്. രണ്ടാമത്തെ പാത്തോസ് ആയിട്ടുള്ള പാട്ട് വളരെ ടച്ചിങ് ആണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ഈ സിറ്റുവേഷന് വേണ്ടിയിട്ട് എഴുതിയതാണ് ഞാൻ. എം ജി രാധാകൃഷ്ണനാണ് രാധാകൃഷ്ണൻ ചേട്ടനാണ് പാട്ടിൻ്റെ ട്യൂൺ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തുണ്ടായിരുന്നു, ഡോക്ടർ രവീന്ദ്രൻ. അദ്ദേഹം സ്റ്റേറ്റ്സിലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഈ സംഗീതത്തിനോട് വളരെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു. അതുകൊണ്ടാണ് എം ജി ആറുമായിട്ട് വളരെ കൂടുതൽ അടുപ്പം ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ പ്രിയങ്കരിയായ ഭാര്യ അമേരിക്കയിൽ വെച്ചൊരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. അപ്പോൾ അത് അദ്ദേഹത്തിന് വലിയ ഷോക്കിംഗ് ആയിരുന്നു. ആ ഭാര്യ മരിച്ചതിൻ്റെ കൃത്യം 1-ാം വാർഷിക ദിനത്തിൽ അദ്ദേഹം സൂയിസൈഡ് ചെയ്തു, ആത്മഹത്യ ചെയ്തു. വിഷം കഴിച്ചിട്ടോ വിഷം കുത്തിച്ചിട്ടോ മറ്റോ. അപ്പോൾ ആ ബോഡി മരിച്ചു കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് ആളുകൾ അറിഞ്ഞത്. ആ ബോഡി എടുക്കുന്ന സമയത്തുണ്ടായിരുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ചെവിയിലൊരു വാക്ക്മാൻ്റെ ഇയർഫോൺ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ നോക്കുമ്പോൾ ആ വാക്ക്മാനിൽ ഒരു കാസറ്റ്, ഫുൾ കാസറ്റ് ഉണ്ടായിരുന്നു. ആ കാസറ്റിൽ മുഴുവൻ ഈ ഓ മൃദുലെ ഹൃദയമുരളിയിൽ ഒഴുകുക എന്നുള്ള വരികൾ, ആ പാട്ട് പലതവണ റെക്കോർഡ് ചെയ്യപ്പെട്ടിരുന്നു എന്നാണ്. കാര്യം ആ പാട്ട് ഒരിക്കൽ പാടി തീർന്നാൽ വീണ്ടും അതേ പാട്ട് ആരംഭിക്കും, അത് കഴിഞ്ഞാൽ വീണ്ടും അതേ പാട്ട് ആരംഭിക്കും. അപ്പോൾ അദ്ദേഹം മരണത്തിലേക്ക് പോയത് ആ പാട്ട് കേട്ടുകൊണ്ടായിരിക്കണം. അപ്പോൾ അത് ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ എന്നെ ഒരേ സമയം ഒരു പ്രത്യേക വികാരത്തിലാക്കുന്നതാണ്. കാര്യം സന്തോഷമാണോ സങ്കടമാണോ എന്നൊക്കെ പറയാൻ പറ്റില്ല. കാര്യം ഒരു ആത്മാവ്, ഒരു ജീവൻ ഈ ലോകത്ത് നിന്ന് പോയത് ഈ വരികൾ കേട്ടുകൊണ്ടാണല്ലോ എന്നുള്ള ദുഃഖം, അദ്ദേഹത്തിന് ആ വരികൾ ഇത്രയും പ്രിയപ്പെട്ടതായല്ലോ എന്നുള്ള സന്തോഷം, ഇത് രണ്ടും എൻ്റെ എന്താണ് പറയുക, വേദനയാണോ സന്തോഷമാണോ എന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റാത്ത ഒരു ഓർമ്മയാണ്. തൃശ്ശൂർ ജില്ലയിൽ അന്തിക്കാട് എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചിട്ടുള്ളത്. ഇന്നും ഞാൻ ജീവിക്കുന്ന അവിടെ തന്നെയാണ്. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും 6 മക്കളിൽ ഏറ്റവും ഇളയ മകനാണ് ഞാൻ. അച്ഛനും അമ്മയും ഇന്നില്ല. ഈ 2 പേരും വിട്ടുപോകുന്ന നിമിഷങ്ങളിൽ ഞാൻ അവരോടൊപ്പം ഉണ്ടായിരുന്നു. അത് മക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യമാണ്. പലപ്പോഴും മാതാപിതാക്കളുടെ വേർപാടിൻ്റെ സമയത്ത് പലർക്കും എത്തിച്ചേരാൻ സാധിക്കാറില്ല. അത് എങ്ങനെയോ എത്തിച്ചേരുന്നു എന്നുള്ളത് ഒരു ഗുരുത്വമാവാം, അല്ലെങ്കിൽ എൻ്റെ ഒരു ഭാഗ്യമാവാം. അപ്പം എൻ്റെ അച്ഛൻ്റെ മരണം എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ്. കാരണം അപ്പുണ്ണി എന്നുള്ള സിനിമ റിലീസ് ചെയ്ത സമയത്താണ്. അപ്പോൾ കുറേ കൊല്ലങ്ങളായി. അപ്പം ഞാൻ കളിയിൽ അല്പം കാര്യം എന്നുള്ള സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലെത്തിയിട്ട് പിറ്റേ ദിവസം, അപ്പോൾ ഒരു ദിവസം വീട്ടിലെത്തിയിട്ട് പിറ്റേന്ന് ഞാൻ മദ്രാസിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ ദിവസമാണ്. അപ്പോൾ അച്ഛൻ, ഞാൻ പോകുന്ന ദിവസം അച്ഛൻ അപ്പുണ്ണി കാണാൻ തൃശ്ശൂർക്ക് പോകണം എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞാൽ അച്ഛന് ചിലപ്പോൾ അപ്പുണ്ണി ഇഷ്ടമായി എന്ന് വരില്ല. കാരണം ഇപ്പോൾ അപ്പുണ്ണി ഏറെ ഇഷ്ടപ്പെടുന്നവർ പലപ്പോഴും ഉണ്ട്. ഈ ടി വിയിലൊക്കെ കാണുമ്പോൾ പലരും എന്നെ അഭിനന്ദിക്കാറുണ്ടെങ്കിലും റിലീസ് ചെയ്ത സമയത്ത് വേണ്ടത്ര പ്രചാരം ആ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മൊത്തം പല കമേഴ്ഷ്യൽ സിനിമകളുടെ ഇടയിൽ ഒരു വ്യത്യസ്തതയുള്ള ചിത്രം വരുമ്പോൾ ഇപ്പോഴും നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഒരു 2-3 ആഴ്ചകൾക്കൊക്കെ ശേഷമാണത് കൂടുതൽ അറിയപ്പെടുന്നത്. അതുവരെയും തിയേറ്ററിൽ നിർത്താനുള്ള ഒരു സൗമനസ്യം തിയേറ്ററുകാർ അന്ന് കാണിച്ചിരുന്നില്ല. എങ്കിലും ഒരുവിധം ഓഡിയൻസ് ആ സമയത്ത് ഉണ്ടാവുകയും പലരും അതിനെ നന്നായി എന്ന് പറയുകയും ചെയ്തിരുന്നു. എങ്കിലും ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞാൽ അച്ഛൻ്റെ തലമുറയിൽപ്പെട്ടവർക്ക് അത് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. അതങ്ങനെ ഞാൻ അച്ഛനെ മനഃപൂർവ്വം പറഞ്ഞിട്ട് അന്ന് അച്ഛനെ മാറ്റിനെ കാണാൻ അയച്ചില്ല. അന്ന് വൈകുന്നേരത്തെ ട്രെയിനിൽ ഞാൻ മദ്രാസിലേക്ക് പോവുകയായതുകൊണ്ട് അച്ഛൻ പറഞ്ഞു, ശരി നീ പോയതിന് ശേഷം ഞാൻ പിറ്റേ ദിവസം പോയി കണ്ടോളാം. അന്ന് എൻ്റെ തറവാടിൻ്റെ, ഇപ്പോൾ ഞാൻ താമസിക്കുന്ന വീട്ടിലല്ല, ഞാൻ നേരത്തെ താമസിക്കുന്ന തറവാടിലായിരുന്നു. അവിടെ വരാന്തയിൽ ഒരു ഈസി ചെയറിൽ ഇരുന്നിട്ട് ഞാൻ പത്രം വായിക്കുമ്പോൾ അച്ഛൻ അപ്പുറത്ത് തിണ്ണയുണ്ട്, ആ തിണ്ണയിൽ വന്നിരുന്ന് ചായയൊക്കെ കുടിച്ച് അതിൻ്റെ ഇടയിൽ 1-2 വാചകങ്ങൾ എന്നോട് ചോദിച്ച് തിരിച്ച് ഞാൻ മറുപടി, ഞാൻ അച്ഛനധികം ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു അന്ന്. പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ അവിടെ നിന്ന് തിണ്ണയിൽ നിന്ന് ഇറങ്ങി പുറകിലേക്ക് പോയി. പെട്ടെന്ന് അയ്യോ എന്നൊരു ശബ്ദത്തോട് കൂടിയിട്ട് അച്ഛൻ ബാക്കിൽ വരാന്തയിൽ അവിടെ വന്നിരുന്നു. ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഭാര്യയൊക്കെ ഉണ്ട് അവിടെ. നോക്കുമ്പോൾ അച്ഛൻ പെട്ടെന്ന് കിടക്കണം. കാരണം തല ഭയങ്കരമായിട്ട് വേദനിക്കുന്നു, നെഞ്ച് വേദനിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ എന്തോ ഒരു സംഭ്രമം, വേറെ ഒന്നും പ്രത്യക്ഷത്തിലൊന്നും കാണാനില്ല. അപ്പോൾ ഞാൻ ഓടി ചെന്ന് അച്ഛനെ നോക്കുമ്പോൾ അച്ഛൻ അവിടെ കിടന്നു. അപ്പോഴേക്കും അമ്മ വെള്ളം കൊണ്ടുവന്നു. അപ്പോഴേക്കും നോർമലായി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എൻ്റെ ചേട്ടൻ ഓടി വന്നിട്ട് പറഞ്ഞു ഞാൻ ഡോക്ടറെ വിളിക്കാം. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഡോക്ടറെ വിളിക്കൊന്നും വേണ്ട, ഒന്നുമില്ല, അത്രയ്ക്കൊന്നുമില്ല, പെട്ടെന്നൊരു ഷോക്ക് പോലെ തോന്നിയതാണ്, അപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അമ്മ എവിടെ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ അച്ഛൻ്റെ തലയുടെ അപ്പുറത്ത് നിൽക്കായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ പുറകിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ അമ്മയെ നോക്കി ആ കണ്ണുകൾ അവിടെ തന്നെ നിന്നു. അപ്പോൾ സാധാരണ സിനിമയിൽ കാണാറുള്ള പോലത്തെ ഒരു ശാന്തമായ മരണമായിരുന്നു അത് ഞാൻ നേരിട്ട് കണ്ടതാണ്.
അപ്പോഴാണ് ഡോക്ടർ വരുമ്പോഴാണ് മരിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലായി. അപ്പോഴേക്കും ചേട്ടൻ ഡോക്ടറെ വിളിക്കാൻ ഓടിയിരുന്നു. വരുമ്പോഴേക്കും ഒരു കണ്ണടച്ച് തുറക്കുന്ന പോലെ അച്ഛൻ മരിച്ചുപോയി. അച്ഛനൊരു അതിൻ്റെ ഒരു വലിയ വേദനയോ വിഷമങ്ങളോ ആ ഒരു ഷോക്കിൻ്റെ വേദന അല്ലാതെ മറ്റൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതാണ് അച്ഛൻ്റെ മരണം എന്നുള്ളത്. അമ്മ പിന്നെയും കുറേ നാൾ കഴിക്കുക. ഇപ്പോൾ ഒരു 3 കൊല്ലം മുമ്പാണ് അമ്മ മരിച്ചത്. അമ്മ എൻ്റെ കൂടെ തന്നെയായിരുന്നു. ഞാൻ വീട് വെച്ചിട്ട് എൻ്റെ മക്കളുടെ കൂടെ അമ്മ എൻ്റെ കൂടെ പോരുകയും അമ്മയ്ക്ക് 82ാമത്തെ വയസ്സിലാണ് അമ്മ മരിക്കുന്നത്. അപ്പോൾ അമ്മ മരിക്കുന്നതിന് മുമ്പ് ഒരു കൊല്ലത്തോളം അമ്മയ്ക്ക് ഈ ഇടയ്ക്ക് ഓർമ്മകൾ മിസ്സായിപ്പോവും. അതായത് എൻ്റെ അടുത്ത് ചോദിക്കും നീ സത്യം തന്നെയല്ലേ എന്ന് ചോദിക്കും ചിലപ്പോൾ. അതേന്ന് പറയാം. അപ്പോൾ ഫിസിക്കലി വേറെ കുഴപ്പമൊന്നുമില്ല, എങ്കിലും ഓർമ്മ ഇടയ്ക്ക് തെറ്റിപ്പോവും. ചില സമയത്ത് കുട്ടികളെ പോലെ പെരുമാറും, എന്നാൽ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. അപ്പം ഒരു ദിവസം ഞാൻ ഇരിക്കുമ്പോൾ വീട്ടിലേക്കുമ്പോൾ അമ്മ എൻ്റെ അടുത്ത് വന്ന് വളരെ ശാന്തമായിട്ട് പറഞ്ഞു നമുക്ക് നമ്മുടെ വീട്ടിലേക്കൊന്ന് പോകണ്ടേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണല്ലോ നമ്മുടെ വീട്. അപ്പോൾ അമ്മ പറഞ്ഞു ഇത് അല്ല നമ്മുടെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഇത് ഇവിടെ വിരുന്ന് വന്നാണെന്നാണ് അമ്മ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ വീട് ഇതാണ് അമ്മ സമ്മതിക്കുന്നില്ല. ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വരാം, അമ്മയെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകാം. അമ്മയ്ക്ക് വീട് അറിയാമെന്ന് ഉറപ്പാണല്ലോ. എനിക്കറിഞ്ഞൂടാ, എനിക്കറിയാം നമ്മുടെ വീട് എന്താ എനിക്കറിയാതിരിക്കുന്നത്. അമ്മ വേഗം ഡ്രസ്സ് ചെയ്തു. ഞാനൊരു തമാശ, അപ്പോൾ ഭാര്യ ചോദിച്ചാൽ എവിടേക്കാണ്, ഞാൻ പറഞ്ഞ അമ്മേനെ നമ്മുടെ വീട്ടിലേക്കൊന്ന് കൊണ്ടുപോകാറ്. അപ്പോൾ എല്ലാവർക്കും തമാശയാണ്. അങ്ങനെ അമ്മയെ ഞാൻ കാറിൽ കയറ്റി എൻ്റെ മുൻ സീറ്റിലിരുത്തി. അമ്മ കയറി വന്നു. ഞാൻ വണ്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. അമ്മ എല്ലാവരോടും യാത്രയ്ക്ക് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു അയ്യപ്പനെന്ന് പറഞ്ഞൊരു സ്ത്രീയുണ്ട്, അവർ അവിടെ അടിച്ചു വാരാനൊക്കെ വരുന്നതാണ്. അമ്മ പറഞ്ഞു വീട് പൂട്ടിയിട്ടിരിക്കുന്നതുകൊണ്ട് തുറന്ന് ഒന്ന് അടിച്ചു വാരാനും അയ്യപ്പണിനും കൂടി കയറ്റിയാലോ. ഞാൻ അവരെ പിന്നെ കൊണ്ടുപോകാം, അമ്മ വാ എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയുടെ കാറിൽ കയറ്റിയിട്ട് ഞാൻ അന്തിക്കാട്ടെ വഴികൾ, അമ്മ പറഞ്ഞ് ഈ വണ്ടി മുന്നോട്ട് ഓടിക്കും. അങ്ങനെ മുന്നോട്ട് ഓടിച്ചു. പിന്നെ ഒരു ജംഗ്ഷനിലെത്തുമ്പോൾ ഞാൻ ചോദിക്കാം അമ്മ എങ്ങോട്ടാണ് വേണ്ടത്, ഇടത്തോട്ട് തിരിക്കും. ഇടത്തോട്ട് തിരിക്കും. ഇടത്തോട്ട് തിരിച്ച് പോകുമ്പോൾ ഒരു വലിയ അമ്പലമൊക്കെയാണ്, അന്തിക്കാട് അമ്പലമൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മ പറയാം ഇതാണ് അമ്പലം, അമ്പലക്കുളത്തിൽ വെള്ളം കുറഞ്ഞു പോയി. അതൊക്കെ അമ്മ വളരെ ആനന്ദത്തോടു കൂടി കണ്ടു. പിന്നെ പോലീസ് സ്റ്റേഷൻ കണ്ടു. അപ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ മുഖം മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ രജിസ്റ്റർ ഓഫീസിൻ്റെ സ്ഥാനത്ത് രജിസ്റ്റർ ഓഫീസിൻ്റെ ഛായ മാറിയിരിക്കുന്നു. ആ രജിസ്റ്റർ ഓഫീസിൻ്റെ ബാക്കിലാണ് നീ ജനിക്കുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ താമസിച്ചിരുന്നതെന്ന് പറഞ്ഞു എന്നോട്. അത് സത്യമായിരുന്നു എനിക്കറിയാം, ഞാൻ അത് കേട്ടിട്ടുണ്ട്. അങ്ങനെ അന്തിക്കാട്ട് ഇടവഴികളോടും വഴികളോടും മുഴുവൻ വണ്ടി ഓടിച്ച് എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്ക് ഒന്ന് പോയി. തിരിച്ച് എൻ്റെ വീടിൻ്റെ ഗേറ്റ് തുറന്നപ്പോൾ അമ്മ പറഞ്ഞു ഇതാണ് നമ്മുടെ വീട്, നേരത്തെ ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയെ കൊണ്ട് ഇങ്ങനെ ഓരോ ഇടവഴിയിൽ കൂടിയും നടന്നു. അപ്പോൾ എനിക്ക് തോന്നി അമ്മയ്ക്കത് ഭയങ്കരമായ സന്തോഷം ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ അമ്മയെ സ്നേഹിക്കുന്നുണ്ട് എങ്കിലും കെയർ ചെയ്യുന്നുണ്ടെങ്കിലും അത് അമ്മയെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അമ്മയുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്താണെന്നുള്ളത് തിരിച്ചറിയാനും ശ്രമിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് ഇതുപോലെ തന്നെ അച്ഛൻ മരിച്ചതുപോലെ തന്നെ ഒരു രാവിലെ ഒരു നെഞ്ചുവേദന തോന്നുകയും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് 12 മണിയായിരിക്കും അമ്മ മരിച്ചുപോയി. അപ്പോൾ എനിക്ക് വളരെ ലേറ്റായി പോയെന്ന് തോന്നി. കാരണം കുറച്ച് നാൾ മുമ്പോട്ട് അമ്മയെ ഒന്ന് കെയർ ചെയ്യാമായിരുന്നു. ആ ചിന്തയാണ് ശരിക്കും പറഞ്ഞാൽ മനസ്സിനക്കരെ എന്നുള്ള സിനിമയിൽ കൊച്ചു ത്രസിയയുടെ ഒരു ഫീലിംഗ് അതാണ്. നമ്മൾ എന്താണ് നമ്മുടെ സന്തോഷം എന്ന് മക്കൾ പലപ്പോഴും അറിയുന്നില്ല എന്നുള്ളതായിരുന്നു കൊച്ചു ത്രസിയുടെ വിഷമം എന്ന് പറയുന്നത്. ഇതൊക്കെ ഇത്തരം ചെറിയ ഓർമ്മകൾ ഈ കുടുംബ ചിത്രങ്ങൾ എടുക്കുമ്പോൾ എന്നെ സഹായിക്കാറുണ്ട്. പലരും ഇപ്പോൾ അച്ചുവിൻ്റെ അമ്മ ചെയ്ത സമയത്തൊക്കെ പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും കൂടുതൽ വിഷയങ്ങൾ കിട്ടുന്നത്. കാര്യം ഫാമിലി ഓഡിയൻസ് എന്നും ഇത്ര വർഷങ്ങളായിട്ടും നിങ്ങളുടെ സിനിമയുടെ പുതുമ നഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്ന എൻ്റെ ഊർജ്ജം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ നിന്നാണ്. കാരണം ഇത്തരം ചെറിയ അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാകുന്ന അനുഭവങ്ങളാണ്. ആ അനുഭവങ്ങൾ ഞാൻ ഓർത്തു വയ്ക്കുന്നു, അല്ലെങ്കിൽ ഞാനത് കണ്ടെത്തുന്നു, അത്രയേ ഉള്ളൂ. അത് എൻ്റെ കലാസൃഷ്ടികളുമായിട്ട് യോജിപ്പിക്കുമ്പോൾ അതിനൊരു പ്രത്യേകത തോന്നുമായിരിക്കും. ഇപ്പോൾ ഈ അച്ചുവിൻ്റെ അമ്മ എന്നുള്ള സിനിമയിൽ ഉർവശിക്ക് കൂർക്ക ഇഷ്ടമാണ്, മകൾക്ക് ഇഷ്ടമല്ല. അതൊരു സാധാരണ സിനിമകൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു വിഷയമല്ല. പക്ഷേ അത് ചെറുതായിട്ട് ടച്ച് ചെയ്തപ്പോൾ ഒരുപാട് ആൾക്കാർക്ക്, ഇപ്പോൾ എൻ്റെ ഒരു വീട്ടിൽ ഞാൻ ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു കൂർക്ക ഇല്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ കൂർക്ക ആളുകൾ നോട്ട് ചെയ്ത് തുടങ്ങുന്ന സംഭവമാണ്. അതുപോലെ ചെറിയ കാര്യങ്ങൾ അമ്മയും മകളും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെയും അവരുടെ സ്നേഹത്തിൻ്റെയും നിമിഷങ്ങൾ മുഴുവൻ ഞാൻ കണ്ടതോ അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞതോ ആയിട്ടുള്ള സീനുകളിലൂടെയാണ്. അപ്പോൾ കോഴിക്കോടൻ ഭാഗങ്ങളിൽ മാത്രം ഉണ്ടാകുന്ന ഒരു സംഭവം, കോഴിക്കോട് ഭാഗത്താണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. ഈ നെല്ലിക്ക വിനാഗറിലിട്ട് വെച്ചിട്ടുള്ള ഭയങ്കര ടേസ്റ്റിയാണ് കഴിക്കാൻ. അപ്പോൾ അത് ആ സിനിമയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള ഗേറ്റിൻ്റെ അപ്പുറത്ത് ഒരു നെല്ലിക്ക വിൽപ്പനക്കാരൻ സ്ഥിരമായിട്ട് വന്ന് നിൽക്കുന്നത്, അയാളെ തന്നെയാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത് പിക്ചറൈസ് ചെയ്തു. അപ്പോൾ അത് കാണുമ്പോൾ അതൊരു പുതുമയാണ്. സാധാരണ സിനിമകൾ വന്നിട്ടില്ലാത്തൊരു കാഴ്ചയാണ്, സ്നേഹത്തിൻ്റെ കാഴ്ചകൾ. അത് മുഴുവൻ ഇത്തരം ചെറിയ ഓർമ്മകളിൽ നിന്നാണ് അതിന് ഉള്ള മുതൽ അല്ലെങ്കിൽ അതിൻ്റെ മെറ്റീരിയൽ ഞാൻ കളക്ട് ചെയ്യാറുള്ളത്.
അങ്ങനെ ഓർമ്മകളുടെ ഒരു വലിയ പുസ്തകം ഏത് മനുഷ്യനും മുമ്പിൽ അടഞ്ഞു കിടക്കുന്നുണ്ട്. അത് ഓരോ പേജുകൾ മറക്കുമ്പോൾ ഓരോന്നോരോന്നായിട്ട് തെളിഞ്ഞു വരും.